അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഒരേ വ്ളോഗായിരിക്കും. ലെങ്ത് ഒരുപാട് കൂടണമെങ്കിൽ നമ്മൾ 2 വീഡിയോ ആക്കുമല്ലേ? ഓക്കെ, 2 പാർട്ടാക്കാനാണ് ചാൻസ് കൂടുതൽ. സംഭവം വേറൊന്നുമല്ല, ഇന്നലെ നമ്മൾ പോയി സാധനം എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും മദർബോർഡുകൾ തമ്മിൽ മാറിപ്പോയി. ഞാനത് ഓർമ്മിച്ചില്ല. ട്രോൺ PC വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഷൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറിപ്പോയി. നമുക്കുള്ളത് അവൻ്റെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണെന്ന് വിചാരിച്ച് ഞാനും വിട്ടുപോയി, അവനും വിട്ടുപോയി. ഇനി വന്നു. അപ്പം ഇന്നലെ ബിൽഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് ബിൽഡ് ചെയ്യണം. അപ്പം നമ്മൾ പഴയ സിസ്റ്റം നമ്മൾ വലിച്ചൂരാൻ പോവുകയാണ്. ഇട്ടിട്ട് സിസ്റ്റം ഉരാൻ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് മോണിറ്റേഴ്സ് ഒന്നും മാറ്റുന്നില്ല. മോണിറ്റേഴ്സ് ഒക്കെ ഇത് തന്നെയാണ് ഇവിടുത്തെ യൂസ് ചെയ്യുന്നത്. ഇവിടെ കീബോർഡും കൂടെ മാറ്റണം. അത് നമുക്ക് ലാസ്റ്റ് മാറ്റാം. കണക്കല്ല കേട്ടോ, എല്ലാം കൂടെ വെയിറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ 2 സിസ്റ്റവും ഇതിൽ നിന്ന് എടുക്കാനുള്ളത് നമുക്ക് ഗ്രാഫിക്സ് കാർഡും SSD ആണ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കേണ്ടത്. ബാക്കിയെല്ലാം അതേ കണക്ക് വച്ചേക്കണം ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിൽ നമുക്ക് മൊത്തത്തിൽ ഊരേണ്ട ആവശ്യമില്ല. ഈ സൈഡ് പാനൽ മാത്രമേ ആവശ്യമുള്ളൂ. സൈഡ് പാനലിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചിലതിലൊന്നും ഇല്ല, ഊരിയാലും താഴെ പോകില്ല, അങ്ങനെ ഇരുന്നോളും. പറഞ്ഞാൽ അങ്ങനെ ആരും കാണിക്കാൻ നിൽക്കണ്ട, കാരണം ഇതിലൊരു തടുപ്പുണ്ട്. പലതിലും ഇപ്പോൾ പറഞ്ഞാൽ ഇല്ല. അപ്പോൾ നമുക്ക് ഇതും കൂടെ തുറന്നാലേ ബാക്കി പരിപാടി നടക്കുള്ളൂ. അപ്പോൾ ഇതിൽ SSD ആക്സസ് ചെയ്യണമെങ്കിൽ ബാക്കും കൂടെ തുറക്കണം. അല്ല, 2 SSD ഉള്ളതാണ് വിചാരിച്ചത്. എൻ്റെ അത് മൊത്തം 3 SSD ഇരിക്കുന്നു. അപ്പോൾ ഏതൊക്കെ ഊരണമെന്ന് വെച്ചാൽ ദൈവത്തിന് മാത്രമേ അറിയാവൂ. അല്ല, അതല്ല പ്രശ്നം. സംഭവം SSD 2 സ്ഥലത്താണ് വയ്ക്കാൻ വരുന്നത്. ഇത് HD ഹാർഡ് ഡിസ്ക് വയ്ക്കാനുള്ളതായിരുന്നു. അടുത്ത നമുക്ക് ഇതിൽ നിന്ന് ഗ്രാഫിക്സ് കാർഡ് വേണം. ഇത് ഇരിക്കുന്ന 1660 സൂപ്പർ. അപ്പോൾ അതിൻ്റെ ഗ്രാഫിക്സ് കാർഡ് ഇപ്പൊ എന്തു പറ്റി, നമ്മൾ തേഞ്ഞു എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പം നമ്മൾ ഈ ചെയ്തതെല്ലാം തിരിച്ചു വരണം. ഇതിൽ ഏറ്റവും റിസ്ക് ഉള്ളൊരു സാധനമാണ് ഈ ഒരു സ്ക്രൂ. കാരണം ഇത് ഓൺലൈൻ വാങ്ങിക്കണമെങ്കിൽ 100 എണ്ണമായിട്ടേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. 100 എണ്ണത്തിന് 2000 രൂപയോ അങ്ങനെ എന്തോ ആണ് ഓൺലൈൻ വില. ഇതിൻ്റെ ഏറ്റവും ടെൻഷനുള്ള ഒരു സാധനമാണ് ആ M.2 സ്ക്രൂ എന്ന് പറയുന്നത്. വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കിട്ടുമെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. M.2 സ്ക്രൂ അയ്യോ, അതിൻ്റെ അരുണി ഞാൻ പറഞ്ഞ റിസ്ക് ആണെന്ന്. നമ്മൾ എല്ലാ സ്ക്രൂ അങ്ങ് ഇടുമ്പോഴത്തേക്കും അതങ്ങ് കുറഞ്ഞു. അതുകൊണ്ട് ഞാൻ മാക്സിമം എല്ലാ സ്ക്രൂ ഇട്ടേ വയ്ക്കാറുള്ളൂ. അത് പറഞ്ഞപ്പോഴത്തേക്കാണ് ഇതിൽ ഒരു സ്ക്രൂ കാണാനില്ല. സ്വാഭാവികം, ഞാൻ പറയാൻ വന്നതാണ്. കാരണം സ്ക്രൂ തികയാത്തോണ്ടാണ് നമ്മൾ ഇത് മേടിച്ച് വെച്ചേക്കണത്. ഇത് അതുകൊണ്ടാണോ ഇത് രണ്ടാമത് സ്ക്രൂ തികഞ്ഞില്ല. അതായത് ഈ ഒരു സ്ക്രൂ ഉണ്ടല്ലോ, ഇത് നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ. ഓക്കെ, ലോക്ക് ആയിട്ടുണ്ട്. ചിലർക്ക് ഇത് പീൽ ഓഫ് ചെയ്യണത് ഭയങ്കര സങ്കടമാണ്. എനിക്കല്ല, അങ്ങനെ ഉണ്ടാ എണ്ണം പോലും പീൽ ഓഫ് ചെയ്യില്ലേ. ചിലര് വച്ചിരുന്ന് അവസാനം ഇത് അവിടെ ഇരുന്ന് അഴുക്കായി പുഴുത്തണക്കാകുമ്പോൾ പിന്നെ ഒരു രൂപയ്ക്ക് അയ്യോ പോയെന്ന്. വാൾ മൗണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പം റാം എന്തോ പ്രശ്നമുണ്ട്. റാമാണോ അല്ല, ഞാൻ പറഞ്ഞുതരാം. വയർ കണക്ട് ചെയ്തില്ല ഗ്രാഫിക്സ് കാർഡിൽ. യെസ്, അത്രേ ഉള്ളൂ. വേറെ വിഷയം ഒന്നുമില്ല. ഗ്രാഫിക്സ് കാർഡിന് പവർ കൊടുത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇച്ചിരി കിളി പറഞ്ഞിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, സംഭവം സിസ്റ്റത്തിൽ അത് 16 എടുക്കുന്നുണ്ട്, വിൻഡോസിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ബയോസിൽ കയറുമ്പോഴും ഇത് 2 ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, 8 ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മെമ്മറി കാണിക്കുന്നത് 8 ഉള്ളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇത് ഏതെങ്കിലും ഒരെണ്ണം കംപ്ലൈൻ്റ് ആയിരിക്കും എന്ന് വെച്ച് ഇൻഡിവിജ്വലി ഇട്ട് നോക്കി റാമുകൾ. അപ്പോൾ ഇൻഡിവിജ്വലി റാം 8 ഇട്ടാലും 8 റൺ ഓണാക്കാൻ നോക്കുമ്പോൾ 8 വർക്ക് ആവുന്നുണ്ട്. അങ്ങനെ വിചാരിച്ചു ഓക്കെ, എങ്കിൽ ചിലപ്പോൾ 2 എണ്ണം തമ്മിൽ വർക്കാത്തതിൻ്റെ പ്രശ്നമായിരിക്കും. ഒന്ന്, കാരണം നമുക്ക് വാറൻറ്റി വരും, 10 വർഷത്തോളം വാറൻറ്റി വരുന്നതാണ് കോസെയറൊക്കെ. അപ്പോൾ ഇതിൽ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ